ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ട് പച്ചടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതാ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് 2 ബീട്രൂട്ടാണ് എടുത്തത്. ഒരു വലിയ ബീട്രൂട്ടോ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല ചുവപ്പ് കളറിലെ ബീട്രൂട്ട് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അതൊന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ അതിൻ്റെ ആ തൊലിയൊന്ന് ചുരണ്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കടയിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ നല്ല റെഡ് കളറുള്ളത് നോക്കി എടുക്കാൻ നോക്കാം. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ തൊലി. ഇപ്പോൾ ഇത് 2 ബീട്രൂട്ടും പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചിരകിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇപ്പോൾ ഇത് 2 ബീട്രൂട്ടും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലും ചെറുതാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതാ 2 ബീട്രൂട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ റോ ടേസ്റ്റ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ബീട്രൂട്ട് കുക്കായി വരുമ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ 1/2 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 4-5 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ്, അത് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. തേങ്ങ ഒന്ന് ഒതുക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഞാൻ കടുക് ഒന്നിച്ച് അരച്ചെടുക്കാതിരുന്നതാണ് കേട്ടോ. കാരണം ആ ജീരകവും പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ ബീട്രൂട്ടിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങ് അടിഞ്ഞ് ഉടയണമെന്നില്ല. ഓൾറെഡി ബീട്രൂട്ടൊന്നും കുറച്ച് വെള്ളമൊന്നും ഇറങ്ങും കേട്ടോ. ഇപ്പം ബീട്രൂട്ടിലോട്ട് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് കൂടെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇതിൽ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ലൂസാവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് അതിങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നിന്നോട്ടെ കേട്ടോ. കാരണം നമുക്ക് തൈര് ചേർക്കാനുള്ള ഇനി ഇതിൽ ചേർത്ത ഈ അരപ്പുണ്ടല്ലോ, അതൊന്ന് കുക്കായതിന് ശേഷം വേണം നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. അപ്പം അതൊന്ന് കുക്കായി വരുമ്പോഴേക്ക് തൈരൊന്ന് നമുക്കൊന്ന് അടിച്ചു വെക്കാം. കൂടുതലങ്ങ് ക്രീമി കൺസിസ്റ്റൻസി ആക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് കട്ട ഒന്ന് ഉടച്ചെടുക്കാം. ഇവിടുത്തതിന് അങ്ങനെ കട്ടയില്ല എങ്കിലും നാട്ടിലൊക്കെ കിട്ടുന്ന ആ തൈരാകുമ്പോൾ ഒന്ന് കട്ട കിട്ടിയ പോലെ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നോക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇതും കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. കൈവച്ച് വെക്കാതെ നമുക്കിതൊന്ന് ഇളക്കി, അതല്ലെങ്കിൽ നമ്മളങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ തൈര് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കണക്ക് പറയാത്തത് ഇവിടുത്തതും അവിടുത്തെ ആയിട്ട് തൈരിൻ്റെ പുളിപ്പിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലെ തൈരൊക്കെ ആകുമ്പോൾ നല്ല പുളിപ്പുള്ളതല്ല. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്. അതിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ പച്ചടി ആകുമ്പോൾ ഇരിക്കും തോറും വീണ്ടും അതിങ്ങനെ പുളിച്ച് വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് കൂടുതലായി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നോക്കി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് മുഴുവൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകും പിന്നെ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറിവേപ്പിലയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തൈര് മിക്സ് ചെയ്ത് വെച്ച ഇതിലേക്ക് പച്ചടിയിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കഴിയുന്നല്ലേ പച്ചടി. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക്, അധിക കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാൻ എളുപ്പ വഴിയാട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് ആ പച്ചടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് കേടുകൂടാതെ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. നല്ലൊരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിനു മുൻപും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഞാൻ വീഡിയോസ് ചെയ്യാൻ നോക്കാം ഓണം സ്പെഷ്യലായിട്ട്. എളുപ്പമുള്ള വെജിറ്റബിൾസ് കറികളാകുമ്പോൾ ഇവിടെയുള്ള ബാച്ചിലേഴ്സിനും ഒരു ഉപകാരപ്പെടുന്നു എനിക്ക് തോന്നി. എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.